ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഇവിടെ കൊടാക് ലൈഫ് ഇൻഷുറൻസ് ഓഫീസിലാണ്. അവിടെ ഇന്ന് ഓണാഘോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എത്തണമെന്ന്. എൻ്റെ കൂടെ നീതി ചേച്ചി ഉണ്ടായിരുന്നു. നീതി ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് അത്യാവശ്യമായിട്ട് കയറേണ്ടതായതുകൊണ്ട് വന്നിട്ട് കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുമ്പേ പോയി. അപ്പോൾ എന്നെ സാർ വിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു പാർട്ട് ടൈം ജോബ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്. അതിൽ പാർട്ട് ടൈമായിട്ടും ചെയ്യാം, ഫുൾ ടൈമായിട്ടും ചെയ്യാം. ജോലി വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഓണസദ്യയൊക്കെ കഴിച്ചു വരിക കഴിഞ്ഞ് ഞാൻ ശ്രീനുവിന് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ശ്രീനുവിനെ കൊണ്ടാണ് പോയത്, ഓണപ്പരിപാടിയല്ലേ. അപ്പോൾ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവനാണെങ്കിൽ അവിടെ മൊത്തം ഓടി നടക്കുന്നുണ്ടായിരുന്നു. സാറിന് അവന് ഒരുപാട് ഇഷ്ടമായി. ഐസ് വന്നിട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ അമ്പലമുക്കിലാണ്. തിരിച്ച് ഞാൻ വർക്കിലേക്ക് പോകാൻ നിന്നപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ജോലി ഉള്ളത് കാരണം അനുചേട്ടൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോയത്, എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മേനെ കൊണ്ട് വെട്ടാട് പള്ളിയിൽ പോയാലോ എന്ന് ചോദിച്ചു. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോഴും അമ്മ പറഞ്ഞു നമുക്ക് വെട്ടാട് പള്ളിയിൽ പോകുന്ന, അന്ന് നടക്കാതെ പോയി ആഗ്രഹം. അപ്പോൾ ഇന്ന് എന്തായാലും സാധിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളങ്ങ് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോയി കത്തിച്ചു. പിന്നെ ഈ പള്ളിയിൽ വന്ന ആദ്യം കയറി തൊഴുന്നതാണ് ഈ സ്റ്റാച്ചു, അതായത് യേശുവിൻ്റെ ഈ സ്റ്റാച്ചു ഇരിക്കുന്ന ഭാഗം. ഇവിടെയാണ് എപ്പോഴും വന്ന് മെയിനായിട്ട് പ്രാർത്ഥിക്കാറുള്ളത്. അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ പ്രസാദം വാങ്ങിച്ചു, നൂലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ നല്ല കടൽ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അധികം ആരെയും ഇറക്കുന്നില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തടത്തൊക്കെ ഇറങ്ങാം. പണ്ട് ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അമ്മയും എപ്പോഴും വരാറുള്ളതാണ് ഇവിടെ. അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളാണ് കൂടുതലും വരാറുള്ളത്. കടലും കൂടി അടുത്തുള്ള കാരണം ഞങ്ങൾക്ക് വരാൻ ആ കുട്ടിക്കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനും അമ്മയും അനിയനും എപ്പോഴും വരാറുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ വരുമ്പോൾ ഭയങ്കര ഫ്രീഡമാണ്. ഹസ്ബൻഡോടെ വന്നാലും ഫ്രീഡമാണ്, എങ്കിലും കുറച്ചും കൂടെ ഒരു ഇത് എന്ന് വെച്ചാൽ അമ്മ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയുടെ വീഡിയോസ് ഞാൻ എടുത്തു കൊടുത്തു, അതുപോലെ തന്നെ അമ്മ എനിക്ക് എടുത്തു തന്നു. അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് ഇതുപോലൊരു അമ്മയെ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ ഒരുപാട് മറക്കാനാവാത്ത മെമ്മറീസാണ് എനിക്ക് ഈ വെട്ടാട് പള്ളിയിലുള്ളത്. പണ്ട് ഞാൻ റിലേറ്റീവ്സും, അതായത് മാമൻ, അമ്മ, ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വെട്ടാട് പള്ളി, വേളി, ഭീമാപള്ളി, ഈ സ്ഥലങ്ങളൊക്കെ നിയറസ്റ്റ് ആയിട്ട്, പിന്നെ ശംഖുമുഖം, ഇതൊക്കെ നിയറസ്റ്റ് ആയിട്ടുള്ളത് കാരണം നമ്മളിവിടെ എല്ലാം പോയി നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. എനിക്കിവിടെ വരുമ്പോൾ ആ ഒരു കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു മാജിക്കായിട്ട് തോന്നും. കാരണം നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് സെറ്റാക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കാരണം ഇതിന് ശേഷം ഞങ്ങൾ ശംഖുമുഖത്ത് പോയിരുന്നു. അവിടെ വെച്ചൊരു ചെറിയൊരു ഭാഗ്യപരീക്ഷണം നടത്തി. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലിയോടാണ് എൻ്റെ ചോദ്യം, നിങ്ങളുടെയൊക്കെ ഓണം എവിടെ വരെ എത്തി ഗൈസ്? ഓണക്കൊടിയൊക്കെ എല്ലാവരും എടുത്തോ? വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഓണത്തിന് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കാര്യം സംബന്ധിച്ചാണെങ്കിൽ ഓൾ സെറ്റാണ്. കാരണം മാക്സിമം, അതായത് ഒരു ഫൈനൽ പാർട്ടിലേക്ക് മാത്രമേ എനിക്ക് കിടക്കാറുള്ളൂ. ഇനി തിരുവോണത്തിന് വരുമ്പോൾ അമ്മയ്ക്കും അനിയനൊക്കെ ഉള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നാളെ തന്നെ എത്തുന്നതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ തന്നെ എത്തും ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെയും തിരക്കിലായിരിക്കും. കാരണം തിരുവോണത്തിൻ്റെ പൂക്കളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് നമ്മളെ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളുമായിട്ട് പോവും. അപ്പം വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആവും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യപരീക്ഷണമെന്ന്, അതായത് ഞങ്ങളും അമ്മയും കൂടി ഇതിന് ശേഷം ശംഖുമുഖത്ത് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരു ഭാഗ്യപരീക്ഷണം, ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം കണ്ടത്. അപ്പോൾ അവിടെ അതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 10 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണം, ആൻസർ കൊടുക്കണം. കുസൃതി ചോദ്യങ്ങളും അല്ലാതെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ഞാനും ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നു. അപ്പോൾ അത് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അറിയാമെന്നുള്ളൊരു ആൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഞാനായിരുന്നു 6ാമത്തെ കണ്ടസ്റ്റൻറ്റ്. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം സ്ത്രീകൾ കുറച്ച് സംസാരിക്കുന്ന മാസം ഏതെന്നായിരുന്നു. അപ്പോൾ കുസൃതി ചോദ്യമായതുകൊണ്ട് എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറഞ്ഞതാണ് ഫെബ്രുവരി. കാരണം അത് ദിവസം കുറവാണല്ലോ. അപ്പോൾ എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് കിട്ടി. പക്ഷേ അതിൽ ഒരുപാട് ടാസ്കുകളുണ്ട്. അതിൽ ഫുൾ ടാസ്ക് വിജയിക്കുന്ന ഒരാൾക്ക് 10,000 രൂപയാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അത് കൊച്ചിയിൽ ഇവർ കണ്ടക്ട് ചെയ്യുന്ന 1 ലാഖിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അവിടെ വെച്ചാണ് ഈ 10,000 രൂപ തരുന്നത്.
നടത്തുന്നത്. അവർ ഇതിനോടകം ഒരുപാട് ജില്ലകളിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. അത് ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ ശംഖുമുഖത്ത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപയുടെ ഗെയിമാണിത്. അത് ഒരാൾക്ക് മാത്രമേ, അതായത് മറ്റുള്ളവർ ജയിച്ചാലും ഒരാൾക്ക്, ആദ്യം ജയിക്കുന്ന ആരാണോ ആ ഒരാൾക്ക് മാത്രമേ 10,000 രൂപ നൽകുകയുള്ളൂ. മറ്റുള്ളവർക്ക് സമ്മാനങ്ങളായിരിക്കും കിട്ടുന്നത്. പിന്നെ ഗൈസ്, എന്നോട് ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് ആ നടനെ അറിയാം, പക്ഷെ പേരെനിക്കറിയില്ല. വെട്ടേട് പള്ളിയിൽ വെച്ച് എനിക്ക് ചിക്കൻ പക്കോട കഴിക്കണം തോന്നി, അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ചിക്കൻ പക്കോട വാങ്ങിച്ചിരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ശംഖുമുഖത്തെത്തി. അവിടെ ഒരുപാട് പ്രോഗ്രാംസും പിന്നെ ഒരുപാട് കച്ചവടങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ചാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അവിടെ ചിക്കൻ പക്കോട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിക്കാമെന്ന് കയറി ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേസ് കണ്ടെത്തി നടക്കുവാണ്. അമ്മയും സീനും ഓടിപ്പോയി ഊഞ്ഞാലാടാൻ തുടങ്ങി. പിന്നെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യം തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. കാരണം എനിക്ക് മുമ്പ് ചോദിച്ചിടക്ക് നിനക്കിട്ടിലും കിട്ടില്ല ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ദ്രൻസ്, മമ്മൂട്ടി, അതൊക്കെയാണ് അവർക്ക് കിട്ടിയ ചോദ്യം. എനിക്ക് കിട്ടിയ ആളെ മാത്രം എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ പക്കോട കഴിക്കുവാണ്. കൊള്ളാം ഗൈസ്, സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നിരിക്കാം. അങ്ങനെയുള്ള ഈ കടല കപ്പലണ്ടിയൊക്കെ തിന്നൂല, ആ ഒരു വൈബിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം ശ്രീനുവിനും ഇഷ്ടപ്പെട്ട്. അവനും നല്ല ക്രിസ്പി ആയിരുന്നു. കാരണം മാവിൽ മുക്കി പൊരിക്കുന്നതുണ്ടായിരിക്കും, നല്ല നല്ല ക്രിസ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വെട്ടേട് പോകുന്നുള്ളവർ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ സോസ് ഉണ്ടായിരുന്നു, സോസും വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതും കൊള്ളാം കേട്ടോ, സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ ഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ അത്രയും ഗിഫ്റ്റെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെങ്കിലും കിട്ടിയില്ല, അത്രയും ഹാപ്പി. കണ്ടോ, ഇനി 10,000 രൂപ കിട്ടത്തില്ല. ഓൾറെഡി 10,000 രൂപ കൊണ്ടുപോയി. ഒരു സ്ഥലത്ത് ഒരു മത്സരാർത്ഥിക്ക് മാത്രമേ 10,000 രൂപ ലഭിക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞായിരുന്നു. യെസ്, സുചിത്ര മത്സരിക്കുന്നു. സുചിത്ര, വസ്ത്രം നിർത്തിക്കൊള്ളു. വരുടെ ചിത്രം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ആലോചിച്ച്, ആരാണ്? ക്രിക്കറ്റ് കളിയാണ്, ക്രിക്കറ്റ് താരം. പ്രേമ സിനിമയിലുള്ള പുള്ളിയാണോ? ഏത് പുള്ളിയാണ്? ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അറിയത്തില്ല. ഒരു പേരൊക്കെ സ്വന്തമായിട്ട് കിട്ടും. സമയം കഴിഞ്ഞു. സുചിത്ര ആരാ നോക്കാം. സൗബിൻ ഷാഫി. ഓക്കെ, അറിയത്തില്ലായിരുന്നു പുള്ളി. അറിയാം, പക്ഷെങ്കിൽ അങ്ങോട്ട് പിടികിട്ടിയില്ല അല്ലേ? ഓക്കെ, എന്തായാലും ഇരിക്കട്ടെ. സുചിത്രയ്ക്ക് 500 രൂപയുടെ ഒരു നന്ദിലെ ജീവൻ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ, മെഡിമിക്സ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്പർ 7.